മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി സ്വയം കുരിശുമരണം വരിച്ച ദൈവപുത്രന്റെ ഉദ്ധാരണ പെരുന്നാൾ യുഎയിലെ ക്രൈസ്തവ ജനത ഭക്തി ആദരവപൂർവ്വം ആഘോഷിച്ചു. ദുഃഖവെള്ളിയാഴ്ച കുരിശിക്കപ്പെടുകയും മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് സ്വയം പ്രത്യക്ഷപ്പെട്ട് കാണിക്കുകയും ചെയ്ത ക്രിസ്തുദേവൻ മനുഷ്യപാപങ്ങളിൽ നിന്ന് മോചനവും ദൈവരാജ്യത്തിൽ നിന്ന് സ്ഥാനവും ഉറപ്പാക്കി. ഉയർപ്പ് പെരുന്നാളിൽ പങ്കെടുക്കാൻ യുഎയിലെ വിവിധ ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാത്രി കുർബാനയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ഷാർജ സെയിന്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിൽ കടമ്പനാട് ഭദ്രാസനാധിപൻ സക്രിയാസ് മാർ അപ്രയം തിരുമനസും, അബുദാബി സെയിന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിൽ യാക്കോബായ സഭയുടെ വലിയ ബാവയും, അബുദാബി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ യാക്കോബ് മാർ ഏലിയാസ് മെത്രാപ്പോലിത്തയും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ കർത്താവിന്റെ ജീവിതം ക്രൂശ് മരണത്തെയും പുനരുത്ഥാനത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ക്രൂശ് മരണവും പുനരുത്ഥാനവും ഒന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ കഷ്ടതയുടെ പ്രാധാന്യവും മഹത്വീകരണത്തിന്റെ അനുഭവം വെളിപ്പെടുള്ളൂ. ഈസ്റ്ററിന്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകിത്തരട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും സഹിച്ച് പ്രത്യാശയുടെ അനുഭവത്തിൽ ജീവിക്കാൻ ദൈവം തമ്പുരാൻ എല്ലാവരെയും സംഗതിയാക്കട്ടെ. മാനവരാശിയെ പാപത്തിന്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് ഈസ്റ്ററിലൂടെ കൈമാറിയത്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകൾ ഉയർത്തിക്കൊണ്ട് വീണ്ടും ഒരു ഈസ്റ്റർ കാലം വരവായി. എവിടെയും ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും തിരമാലകൾ. തലസ്ഥാന നഗരമായ അബുദാബിയിൽ നിന്നും ക്യാമറമാൻ മനു കലറോടൊപ്പം സിബി കടവിൽ, ജീവൻ ന്യൂസ്.